കഴിഞ്ഞ ക്യാമ്പ് സൈറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിങ്ങിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പുതിയ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പ് സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ പാർക്കിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് നല്ല ബീച്ചിൻ്റെ വ്യൂ കാണാനായിട്ട് സാധിക്കും. ഒരു കാറിൽ ഒരു ബോട്ട് ക്യാരി ചെയ്ത് അതിൽ കുറേ ആൾക്കാർ ഇരുന്ന് കാഴ്ച കണ്ടു പോകുന്ന അങ്ങനത്തെ രസകരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ബീച്ചിൻ്റെ പേരാണ് കൈ ടെറിറ്ററി ബീച്ച്. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് മോച്ചുവേക്ക ടൗണിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആബേൽ ടാച്ച്മാൻ റീജിയൻ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഈ ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. നെൽസണിൽ നിന്ന് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവാണ് ഈ ബീച്ചിലേക്കുള്ളത്. ഈ ബീച്ചിൽ വരാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഡിസംബർ ടു ഫെബ്രുവരിയാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഡിസംബറാണ്. നല്ല ടൈമാണ്, സണ്ണി ഡേ ആണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിലുള്ള കാഴ്ചകളും പിന്നെ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്ത് പോകാനൊക്കെ സാധിക്കും. ഇവിടെ ന്യൂസിലാൻഡേഴ്സിൻ്റെ ഉള്ളിൽ ഈ ബീച്ച് ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ നമ്മളെപ്പോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ബീച്ച് അങ്ങനെ അധികം അറിയില്ല. നമുക്കറിയേണ്ടത് ക്യൂൻസ് ടൗൺ, അതുപോലെ തന്നെ മിൽഫോർഡ് സൗണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ ഉള്ളിൽ അവർ ക്രിസ്മസിനൊക്കെ വന്ന് ടൈം കണ്ടെത്തുന്നത് ഈ ബീച്ചിൻ്റെ അടുത്താണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബീച്ചാണിത്. ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചില്ല ഇത്രയധികം വണ്ടികളൊക്കെ ഇത്ര നേരത്തെ തന്നെ വരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു സൈഡൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫില്ലായി കഴിഞ്ഞു. ഇനി അപ്പോൾ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പാർക്കിംഗ് അന്വേഷിച്ച് പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് വെഹിക്കിൾസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ക്യാമ്പർ വാൻസ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ക്യാമ്പർ വാൻ്റെ പോലെ തന്നെ സെയിം ക്യാമ്പർ വാൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ പാർക്ക് ചെയ്യുകയാണ്. കാരണം അവിടെയാണ് നമ്മുടെ ക്യാമ്പർ വാൻ പാർക്ക് ചെയ്ത പോലെ ഇത്തിരി കൂടെ വലിയ പാർക്കിംഗ് സ്പേസ് ഉള്ളത്. ഈ പാർക്കിംഗ് സ്പേസിൻ്റെ അടുത്തായിട്ട് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പപ്പൻ്റെ അമ്മമ്മേനും കാണുന്ന നിൽക്കുക. പാല് കുറ്റോ പാല് എന്താണ്? കറങ്ങാൻ പോവാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പർ വാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ബീച്ചിലേക്ക് വന്നു. ഇന്നിപ്പോൾ നല്ലൊരു ദിവസമാണ്, സണ്ണി ഡേ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ബീച്ചൊക്കെ കാണാനായിട്ട്. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ഡേയ്സിൽ ബീച്ചിൻ്റെ അടുത്തൊക്കെ വന്ന് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഇരിക്കാനാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ ഇവിടെ റിട്ടയർമെൻറ്റ് ഏജിലുള്ള ആൾക്കാരില്ലേ, അവർ മെയിനായിട്ട് അവരുടെ വീടൊക്കെ വിറ്റ് ക്യാമ്പർ വാൻ വാങ്ങിച്ച് അവരിങ്ങനെ ഓരോ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ അടുത്തുള്ള ബീച്ചുകളിലൊക്കെ വന്നിരുന്ന് അവൻ്റെ റിട്ടയർമെൻറ്റ് ഏജൊക്കെ ആസ്വദിക്കും. ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നു. കുറേ ആൾക്കാർ ബീച്ചിൻ്റെ രസകരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നു. ആക്ച്വലി ഈ ബീച്ച് അറിയപ്പെടുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നാണ് ഈ ബീച്ച് അറിയപ്പെടുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഈ സമ്മറിൽ ഇവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നവരാണ്. കൂടുതലും ആൾക്കാരും നമ്മുടെ ആ ക്യാമ്പ് സൈറ്റിൽ ഈ റോഡിൻ്റെ ഈ ബീച്ചിൻ്റെ പാരലായിട്ടാണ് റോഡ് പോകുന്നത്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മുടെ
ക്യാമ്പ് സൈറ്റും. അപ്പോൾ ആ ക്യാമ്പ് സൈറ്റിൽ താമസിച്ചിട്ട് അവിടെയാണ് ഇപ്പോൾ ഫുൾ ടൈം അവരുടെ സമ്മർ ഹോളിഡേ ഫുൾ ടൈം ഇവിടെ ബീച്ചിൽ ആഘോഷിക്കാനായിട്ടാണ് ഇവർ വരുന്നത്. പിന്നെ ഈ കാറുകളിലുള്ളവരും അവരും ഈ ഭാഗത്തു നിന്ന് കുറച്ച് ദൂരം നിന്നൊക്കെ വരുന്നവരായിരിക്കും കറക്റ്റ് സമ്മർ ടൈമിൽ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏകദേശം ഫുൾ സെറ്റപ്പായിട്ടാണ് ഇവർ വരുന്നത്. ബോട്ട് സഹിതം വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വണ്ടിയിൽ ടോ ചെയ്തുകൊണ്ട് വരും. പിന്നെ നമുക്ക് കാണാം ഇവിടെ കൂടുതൽ ആൾക്കാരും വരുമ്പോൾ ഒരു ഫുൾ ഡേ അറ്റ്ലീസ്റ്റ് ഇവർ ഇവിടെ ഒരു സ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. എന്തെങ്കിലുമൊക്കെ ഒരു ബുക്കോ അതുപോലെ എന്തെങ്കിലും പാഡൽ ബോർഡോ കയാക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഫുൾ ടൈം ഇവിടെ ഫുൾ ആക്ടിവിറ്റിയിൽ മുഴുകാനുള്ള പരിപാടിയിലായിരിക്കും ആൾക്കാർ വരിക. പിന്നെ ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുന്നവരുടെ പോപ്പുലേഷൻ ഏകദേശം ഒരു 350 പേര് ആ ഒരു റേഞ്ചിലാണേ ഉള്ളൂ. ഇവിടെ കുറേ ഹോളിഡേ ഹോംസ് ഉണ്ട്. പക്ഷേ ഹോളിഡേ ഹോംസിലൊന്നും എപ്പോഴും ആൾക്കാർ താമസിക്കത്തൊന്നുമില്ലായിരിക്കും. കൂടുതലും അവർ ആ ഹോളിഡേ ടൈമിൽ മാത്രം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സമ്മർ ടൈമും ഹോളിഡേ ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എപ്പോഴും താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അത്രയും പേര് ഉണ്ടെങ്കിലും ഈ ഹോളിഡേ ടൈംസിൽ ആൾക്കാർ കുറേ പേര് വരുന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഒരു റെസ്റ്റോറൻറ്റും ഒരു പെട്രോൾ പമ്പും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഈ കയാക്കൊന്നും ഇല്ലാതെ വരുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ വരുമ്പോൾ കുറച്ച് ആക്ടിവിറ്റി ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ കയാക്കൊക്കെ ഹയർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. കയാക്ക് ഹയർ ചെയ്യുന്ന സ്ഥലമുണ്ട്, പാഡിൽ ബോർഡ് ഹയർ ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ അതിനൊക്കെ പറ്റിയൊരു ബീച്ചാണിത്. നമുക്കിവിടെ നോക്കിക്കഴിയുമ്പോൾ തന്നെ കാണാം വലിയ തിരമാലകളും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. അത്യാവശ്യം ഒരു കാമായിട്ടുള്ളൊരു ബീച്ചാണ്. ഇതിപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കണ്ടില്ലേ കുറച്ച് കക്കയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ്. അല്ലാതെ നമ്മളായിട്ട് ഇടുന്ന ഒരു വേസ്റ്റ് ഒന്നും ഇവിടെ കാണത്തില്ല. അവിടെ ഒരാൾ കയാക്കിങ്ങിന് പോകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഈ കയാക്ക് ഹയർ ചെയ്യുന്നിടത്ത് തന്നെ അവർ കുറച്ച് ക്ലാസ്സസ് നമുക്ക് തരും. എങ്ങനെയാണ് ഇത് തുഴയേണ്ടത് അങ്ങനെയൊക്കെ. ഇവിടെ കണ്ടില്ലേ കുഞ്ഞു കുട്ടികൾ വരും കടലിലാണ് നീന്താൻ പോകുന്നത്. ഇവിടെ പിന്നെ എല്ലാവർക്കും തന്നെ നീന്താൻ അറിയാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒരാൾക്ക് നീന്താൻ അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു അത്ഭുതപ്പെട്ടു പോകുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരാൾക്ക് നീന്താൻ അറിയില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. നിനക്ക് നീന്താൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കും. അവർ വിശ്വസിക്കാത്തത് കൊണ്ടേ. ഇവിടെയാണെങ്കിലും നമുക്ക് കാണാം പാഡിൽ ബോർഡിംഗ് ആണ് പോകുന്നത്. അത്യാവശ്യം ഒരു കുഞ്ഞു കൊച്ചിനെ വെച്ചിട്ടാണ് പോകുന്നത്. അതാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അതിന് നീന്താൻ അറിയാം എന്നാണ് അത് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ വലിയ തിരമാലകളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഈ കടലിൻ്റെ അടിയിൽ ഒരുമാതിരി മഞ്ഞ കളർ പോലെ നമുക്ക് ആ സാൻഡ് കാണുന്നതുകൊണ്ടാണ്. ഇതൊരു ട്രാക്ടറാണ്. ഇപ്പം നമ്മുടെ ഈ ബോട്ടുകളൊക്കെ വേണമെങ്കിൽ ഈ കടലിലേക്ക് ഇറക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടി ഈ മണലിൽ ചിലപ്പോൾ താഴ്ന്നു പോകുന്നതുകൊണ്ട് അങ്ങനെ ഇറക്കാൻ സഹായിക്കുന്ന ഒരു ട്രാക്ടറുകളാണത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആദ്യത്തെ ആ കടലിൻ്റെ ഒത്തിരി ആഴമില്ലാത്ത ഭാഗത്തൊരു യെല്ലോ കളർ കാണാം. അത് നമുക്ക് ആ ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് ആ സാൻഡിൻ്റെ കളർ വരുന്നതാണ്. പിന്നെ നമുക്ക് ആ കടലിൻ്റെ ആഴം കൂടി വരുന്തോറും കൂടുതൽ പച്ച കളറായി വരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം ഇവിടെ താമസിക്കുന്നവരുടെ ആവാം. ചില ബോട്ടുകളൊക്കെ ഇങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തതുണ്ട്. അവരിങ്ങനെ ഇവിടെ നങ്കൂരം ഇട്ടിട്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ബോട്ടൊക്കെ. അത്യാവശ്യം സേഫായിട്ടുള്ളൊരു ബീച്ചാണിത് കണ്ടിട്ട്. സമ്മർ ടൈമിൽ പ്രത്യേകിച്ചും വലിയ തണുപ്പൊന്നുമില്ല ഈ സമയത്ത്. നല്ല സണ്ണി ഡേ ഒക്കെ ആകുമ്പോൾ വെള്ളത്തിലിറങ്ങാൻ നല്ല ഒരു ബീച്ചാണ്. വലിയ തിരമാലകളൊന്നുമില്ല. അങ്ങനെ ഒരു ബീച്ചാണ്. എനിക്കത് ശ്രുതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യക്കാരുടെ ആ ഇടയ്ക്ക് മറ്റ് ടൂറിസ്റ്റുകളുടെ ഇടയിലൊന്നും വലിയ പോപ്പുലർ അല്ല.
കൂടുതലും ഈ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്കാണ് ഈ ബീച്ചിനെ കുറിച്ച് അറിയാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബീച്ചിൻ്റെ അടുത്തൊരു ചെറിയൊരു കഫേ പോലെ ഒരു സ്ഥലമാണിത്. അവിടെ കുറച്ച് ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു പക്ഷി, ആ പക്ഷിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു പക്ഷി ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് താമസിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ ശല്യം ചെയ്യരുതെന്ന് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണത്. ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ചെറിയൊരു അനങ്ങുന്ന കാണുന്നില്ല. അതിൻ്റെ ആ പക്ഷിയും അതിൻ്റെ കുഞ്ഞും കൂടിയാണ്. നമ്മളതിനെ അധികം തൊട്ടടുത്ത് വന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളതിനെ ശല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി, കാരണം അത് താമസിക്കുന്ന സ്ഥലമാണല്ലോ ഇത്, നമ്മളതിലേക്ക് അധികം അതിക്രമിച്ച് കിടക്കരുത്. അതിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ബീച്ചിൻ്റെ ഒരു സൈഡാണിത്. അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് പഴയ മരപ്പലകളൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ വേലിയേറ്റത്തിൻ്റെ സമയത്ത് വരുന്ന ഇതൊക്കെയാണിത്. കുറേ പേര് ഇവിടെ ഒരു മരത്തിൻ്റെ തണലിൽ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വരുമ്പോൾ ബീച്ചിലേക്ക് ചുമ്മാ കൈയും വീശി വരുന്നവരല്ല. എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ബീച്ച് ടവലും കുറച്ച് ഫുഡും പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും വെള്ളത്തിൽ കളിക്കാനുള്ള സാധനങ്ങളും അങ്ങനെ തൊപ്പിയും അങ്ങനെ എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ ബീച്ചിൽ വരുന്നത് എല്ലാവരും. ഇവിടെ ബീച്ചിൽ വരുമ്പോൾ തന്നെ അവരൊരു അറ്റ്ലീസ്റ്റ് ഒരു ദിവസം മൊത്തം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് ഇവിടെ വരുന്നത് എല്ലാവരും. നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ മറ്റേ ഒരു എൻഡാണ്. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ബീച്ചിലൂടെയാണ്. തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു വേറൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ക്യാമ്പ് സൈറ്റിൻ്റെയൊക്കെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളിതിലൂടെ നടന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഡിസംബർ ജനുവരി ആ മാസങ്ങളിലൊക്കെ സമ്മർ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ അത്യാവശ്യം മിക്ക ദിവസങ്ങളിലും വലിയ മഴയൊന്നും ഇല്ലാതെ നല്ലൊരു ഇതുപോലത്തെ നല്ല വെതർ കിട്ടും. പിന്നെ ന്യൂസിലൻഡിലെ മറ്റ് സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവിടെ മഴ താരതമ്യേന മഴയുള്ള ദിവസങ്ങൾ കുറവാണ്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് പെയ്യും എന്നല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം കൂടുതലും സണ്ണി ഡേയ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ആബെൽ ടാസ്മാൻ റീജിയണൽ പാർക്കും പരിസര പ്രദേശങ്ങളും. പുതിയ ക്യാമ്പേഴ്സൊക്കെ അങ്ങോട്ട് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് ക്യാമ്പ് സൈറ്റിൻ്റെ എൻട്രിയാണ്. ഇത് ഞാൻ 2-3 പ്രാവശ്യം കാണിച്ചു എന്ന് തോന്നുന്നു. പുതിയ ക്യാമ്പേഴ്സ് പോകുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഇവിടെ ഒരു ദിവസത്തേക്കാണ് താമസിച്ചത്. ബീച്ചിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നവരും ഉണ്ട്, ക്യാമ്പ് സൈറ്റിൽ ക്യാമ്പ് ചെയ്യാതെ. ചിലപ്പോൾ അവർക്ക് ക്യാമ്പ് സൈറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബീച്ചിൽ വന്നിട്ട് തന്നെ വെറുതെ ക്യാമ്പ് ചെയ്യുന്നവരായിരിക്കും. ഇവിടെ മിക്ക ബീച്ചിൻ്റെ അടുത്തും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്ലേ ഗ്രൗണ്ട്സ് കാണാം. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പ്ലേ ഗ്രൗണ്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാർബിക്യൂ ഏരിയ കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള പർഗോളയൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ളൊരു ക്ലീൻ ആൻഡ് ടൈഡി ഏരിയ ആണ്. അതുപോലെ തന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് കാലൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ പൈപ്പിൻ്റെ ചോട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലൊക്കെ വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് പാർക്കിങ്ങിലേക്ക് നടന്ന് പാർക്കിങ്ങിൽ ഏകദേശം എത്താറായി. ഇവിടെ തന്നെയുള്ള ലോക്കൽ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു നല്ല ഭംഗിയുള്ള ബീച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ബീച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ബീച്ചിൽ പോയപ്പോൾ ഇത് ലോ ടൈഡായിരുന്നു. ഇപ്പോൾ പക്ഷേ ഹൈ ടൈഡായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഈ ബീച്ചിൻ്റെ അങ്ങേയറ്റത്ത് പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെറി പിക്കിന് പോകണം. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള വേറെ ബീച്ചിൽ പോകണം. അതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾ വരാനായിട്ട് ശ്രമിക്കാം.